ഹലോ ആന്റി, സുഖാണോ? എന്തുണ്ട് വിശേഷം? ആന്റി ആയിരുന്നു നമ്മുടെ. ഞാൻ വ്ളോഗ് എടുക്കുക. കാണാറുണ്ടോ? പോയിട്ട് വരില്ലേ? ഓക്കെ, സോ ഹായ്. നോ പോയിന്റ്സ് ഫോർ ഗെസ്സിങ് വേർ ഐ ആം. ഞാൻ എൻ്റെ സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ്, ഹോളി ഏഞ്ചൽസ് ISC സ്കൂൾ. അപ്പോൾ ഇന്ന് ആക്ച്വലി നമ്മുടെ സ്കൂളിൻ്റെ റിയൂണിയൻ ആണ്. ആൻഡ് ദിസ് ഇസ് ആക്ച്വലി ദ ഫസ്റ്റ് റിയൂണിയൻ ഐ എം അറ്റൻഡിങ്. നമ്മുടെ സ്കൂൾ കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു റിയൂണിയൻ ഉണ്ടായിരുന്നു, പക്ഷേ അത് ബാച്ച് റിയൂണിയൻ ആയിരുന്നു. ദിസ് ഇസ് ലൈക്ക് എ പ്രോപ്പർ റിയൂണിയൻ വിത്ത് ലൈക്ക് എത്രയോ വർഷങ്ങൾ മുമ്പ് പാസ് ഔട്ടായ ചേച്ചിമാർ തൊട്ട് ഉണ്ട്. അപ്പം നമ്മളങ്ങനെ രജിസ്റ്ററൊക്കെ ചെയ്ത് അങ്ങനെ വന്നിട്ടുള്ള റിയൂണിയനാണ്. ഐ എം വെരി എക്സൈറ്റഡ്. എൻ്റെ കൂട്ടുകാരധികം പേരുണ്ടോയെന്ന് അറിയത്തില്ല. ഒരു കൂട്ടുകാരി ഉണ്ട്, ഏതോ ഒരു കുട്ടി വഴി ഗെസ്സിങ് ഹൂ ദാറ്റ് വാസ്. എനിവേസ്, പക്ഷേ ടീച്ചേഴ്സ് ഒത്തിരി പേരുണ്ട്. അതാണ് എൻ്റെ ഒരു മെയിൻ എക്സൈറ്റ്മെൻറ്റ്. ഹായ് മാം. സോറി, അറിയാതെ കട്ടായിപ്പോയി. കാരണം ടീച്ചറിനെ കണ്ടപ്പോഴേ പെട്ടെന്ന് അറിയാതെ പേടിച്ചങ്ങ് ഫോൺ ഓഫ് ചെയ്തു. പിന്നെ ഓർമ്മ വന്നത് ശരിയാ, ഫോൺ ആക്ച്വലി ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, കാരണം ഇപ്പോൾ സ്കൂളിൽ ഫോണൊക്കെ ആയിട്ട് വരാൻ അലൗഡ് ആണല്ലോ. എനിവേസ്, സോ ഐ എം വെരി എക്സൈറ്റഡ് ടു സീ മൈ ടീച്ചേഴ്സ്. ആൻഡ് പിന്നെ അങ്ങനത്തെ ഒരു സ്കൂളിൻ്റെ ഒരു വൈബിന്, അതായത് പിന്നെ നമ്മൾ സ്കൂളിൽ വരുമ്പോഴാണെങ്കിൽ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇന്നാണ് സ്കൂളുണ്ട്, നമ്മളുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, സീനിയേഴ്സ് ഉണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പം I'll show you what happens over here. Okay, come. That's where we've got to register and get the badge. It gives me a great pleasure to address you on this wonderful occasion of our alumni reunion. Thank thee for thy care and for the pleasant morning light, for rest and food and loving care, and all that makes the world so fair. Help us to do the things we should, to be to others kind and good, in all we do in work or play, to grow more loving every day. Oh my God, we are about to begin our reunion. You grant us, we ask you, your blessings. In the name of the Father, and of the Son, and of the Holy Spirit. Amen. You say hi. Priya, don't say hi. Go. Hi. Hello, Meenu Teacher. ക്ലാസ്സിൽ ഫ്രീ പീരിയഡ് ക്ലാസ് ടീച്ചേഴ്സ് ക്ലാസ്സിലുണ്ടോയെന്ന് അറിയത്തില്ല, പക്ഷെ രണ്ടുപേരും കൂടി ആ ഒരു കോറിഡോറിൻ്റെ അവിടെ മീറ്റ് ചെയ്യാം. Can I go to toilet? My stomach is paining. Which side? When I ask which side? This side, not this side. ശരിയാട്ടോ, ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. You know that song? Which song? That Sound of Music song where you were playing that. That's the first. Yeah. In 3rd standard I did that dance. Sound of Music. Yeah. And you were the smallest sister. എന്ത് പറയാൻ, Ahaana ക്ലാസ്സിലൊക്കെ കയറും. അത് കട്ട് ചെയ്യില്ല ഞാൻ. മറ്റേ എല്ലാ കുട്ടികൾക്കും കാണും വഴി തെറ്റിക്കാൻ വേണ്ടി വരുന്ന ഒരു കൂട്ടുകാരി. തല തിരിഞ്ഞതാണെങ്കിലും ഗുഡാണ്. ഹായ് ടീച്ചർ. ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ടീച്ചറാണ്. She is the most beautiful. Hi. This is Santhi Teacher, എൻ്റെ മാത്സ് ടീച്ചർ ആയിരുന്നു. Hi Dolly Teacher. Hello Padma Teacher. This is
ഈസ് പാർവതി ടീച്ചർ. ഞാൻ ഈ അടുത്ത് ചെയ്തൊരു ബ്ലോഗിൽ ഞാൻ എൻ്റെ ടീച്ചേഴ്സ് എഴുതിയ ഓട്ടോഗ്രാഫ് ബുക്കിൽ പറഞ്ഞില്ലായിരുന്നു, ഒരു ടീച്ചർ എഴുതിയായിരുന്നു ബോൺ ടു എൻ്റർടൈൻ. ഇതാണ് ആ ടീച്ചർ. ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു, ഒരു പാവൻ ടീച്ചറാണ്. അന്നത് എഴുതിയത് ടീച്ചറാണ്. Really enjoyed her dancing during the times when she used to take part in competition. Okay, a gem of a girl. I'm so happy to see teacher. It was such a surprise. I'm so happy to see. Hello, Sreeja Teacher. ഒരു മാറ്റമില്ല. ഞാൻ എപ്പോഴും ജോഗ്രഫി പറയാറില്ലേ, എൻ്റെ ജോഗ്രഫി ടീച്ചറായിരുന്നു. പക്ഷേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ജോഗ്രഫി അങ്ങനെ വലിയ ഇഷ്ടമൊന്നും ആയിരുന്നില്ല. പക്ഷേ എനിക്കിപ്പോൾ എന്താണ് ജോഗ്രഫി എന്ന് മനസ്സിലായി കഴിയുമ്പോൾ എനിക്ക് ആക്ച്വലി ജോഗ്രഫി പാവൻ ടീച്ചറായിരുന്നു കേട്ടോ പണ്ട് തൊട്ടേ. ക്ലാസ് ടീച്ചറായിരുന്നു. ക്ലാസ് ടീച്ചർ എംബിയിൽ. ഞാൻ 10th പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു. 4 പേരെയും പഠിപ്പിച്ചിട്ടില്ലേ? ആഹാനേനെ പഠിപ്പിച്ചു, ദിയനെ പഠിപ്പിച്ചു, ഇഷാനിനെ പഠിപ്പിച്ചു, ഹൻസിനെ പഠിപ്പിച്ചു. ഏറ്റവും നല്ല സ്റ്റുഡൻറ്റ് ഏറ്റവും ഈ 4 പേരിലെ ഏറ്റവും നല്ല സ്റ്റുഡൻറ്റ് ആയിരുന്നു? താങ്ക് യു താങ്ക് യു. ചോദിച്ചു Oh my god, you're wearing a sari after so long. And എന്തൊരു നല്ലൊരു ഫീലിംഗ് ആണെന്നറിയോ. Like I think after school they're seeing you now in sari and oh my god. സൈമൺ അങ്കിൾ, നമ്മുടെ സ്കൂളിലെ എല്ലാ ക്ലാസ് ഫോട്ടോസും നമ്മുടെ എല്ലാ ഫോട്ടോസും എടുത്തത് സൈമൺ അങ്കിളാണ്. ഡാൻസ് പെർഫോമൻസിന് വേണ്ടി ലൈബ്രറിക്കകത്ത് ഒരുങ്ങിയിരിക്കുന്ന ഇഷാനിയും സംഘവും. എക്സൈറ്റഡ് ആണോ നിങ്ങൾ? സ്ട്രെസ്ഡ് ആണ്, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ഈ കോസ്റ്റ്യൂം. എത്ര വർഷത്തിന് ശേഷം നിങ്ങൾ ഈ സ്റ്റേജ് ഡാൻസ് കളിക്കാൻ പോകുന്നത്? പണ്ട് നമ്മൾ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ സമയത്തും ഇതേപോലെയാണ് ഒരുങ്ങി നിൽക്കുന്നത് ലൈബ്രറിയിൽ. ഇവിടെ ലൈബ്രറി, അവിടെ സ്റ്റേജ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. Thank you so much. That was wonderful. We love the energy. One more round of applause for them. സോ പല സ്കൂളുകൾക്കും ഭയങ്കര ഫാൻസി ആയിട്ടുള്ള ക്യാൻറ്റീനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സ്കൂളിന് ഫാൻസി ആയിട്ടുള്ള ക്യാൻറ്റീൻ ഇല്ലായിരുന്നു. ഭക്ഷണം കിട്ടും, പക്ഷെ അതിൻ്റെ സെറ്റപ്പ് ഒരു കോമഡി ആയിരുന്നു. ഇതാ ഈ റൗണ്ടില്ലേ, ഇതായിരുന്നു ക്യാൻറ്റീൻ. അതിൻ്റെ അപ്പുറത്ത് ക്യാൻറ്റീൻ ആൻറ്റി നിൽക്കും, അതിൻ്റെ ഇപ്പുറത്ത് നമ്മൾ നിൽക്കും. സോ ഇന്ന് അതേ സ്ഥലത്താണ് ഫുഡ് പാക്കറ്റ് വെച്ചിരിക്കുന്നത്. ഓ താങ്ക് യു. ക്യാൻറ്റീൻ്റെ നൊസ്റ്റാൾജിക്ക് വേണ്ടിയാണോ അവിടെ കൊണ്ടുവച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് എനിവേസ് ദാറ്റ് യൂസ് ടു ബി ആർ ക്യാൻറ്റീൻ. നമുക്ക് ഭയങ്കര അസൂയായിരുന്നു സെയിൻറ്റ് തോമസിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക്. സ്കൂളിൽ തന്നെ കിടിലും ക്യാൻറ്റീനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കിവിടെ മീറ്റോളും ബസ്സും കിട്ടുമായിരുന്നു, പക്ഷേ ഒരു മുറിയായിട്ടില്ലായിരുന്നു. ഈ ഒരു മറ്റേ ദ്വാരത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്നായിരുന്നു നമ്മുടെ ക്യാൻറ്റീൻ. നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പോകുവാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ സ്കൂളിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ടീച്ചേഴ്സിൻ്റെയൊക്കെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് ഫോൺ ഉപയോഗിക്കുന്നു. എന്താ ഒരു ഫീലിംഗ്. ആരും ഫോൺ ഉപയോഗിക്കുന്നതിനല്ലേ ആരും വഴക്ക് പറയത്തില്ല. ഫോൺ നമുക്ക് ഒളിച്ച് ഉപയോഗിക്കണ്ട. എൻ്റെ എല്ലാ ടീച്ചേഴ്സും ഫോട്ടോ എടുക്കുമ്പോൾ പറയുന്നുണ്ട് അയച്ചു തരണം കേട്ടോ മറക്കാതെ. ഇപ്പം തന്നെ അയക്കണം. ടൈം ചേഞ്ചസ് എ ലോട്ട് ഓഫ് തിങ്സ്. ഇതൊക്കെ എന്റെ സീരിയസ് ആണ് കേട്ടോ. What's in our snack box? Pizza. It's pizza. ഞാനൊരു pizza.
ഇത് ചാട്ടാണോ? അതെന്താണ്? ബിസ്ക്കറ്റ്. ബിസ്ക്കറ്റ്. ഇതെന്താ? ടാർട്ട്. കപ്പലണ്ടി. അത് ചാട്ട്, പീനട്ട് ടാർട്ട്. കപ്പലണ്ടി. ടേക്ക് ആൻഡ് ഷോ. ഐ ഡിഡ്ന്റ് വാഷ് മൈ ഹാൻഡ്സ്. കപ്പലണ്ടി ഒട്ടുന്ന സ്റ്റിക്കി. ഇത് പഫ്സോ? അത് പപ്സ്. എന്താ പപ്സ്? പണ്ട് മുതലേ റിയ ഭക്ഷണം ഷെയർ ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു. ഫ്ലൈറ്റിൽ പോകുമ്പോൾ കിട്ടത്തില്ലേ, എയർ ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഫുഡ്. ഇനി നമ്മൾ കഴിക്കാൻ പോകുന്ന വിഭവത്തിന്റെ പേരാണ് പിസ്സ. അങ്ങനെയല്ല, പിസ്സ. ഇത് ലവല്ല, ഓള് കൈ കഴുകിയില്ല. ഞാൻ കൈ കഴുകാത്തത് കൊണ്ടാണ് റിയ തന്നുകൊണ്ടിരിക്കുന്നത്. So we've come to the end of our reunion. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ഇരിക്കാറുണ്ടായിരുന്നു, പക്ഷേ ഇരുന്നിട്ട് ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. കാരണം ആരെങ്കിലും കണ്ടാൽ വഴക്ക് പറയും. ഇപ്പോഴും ആരെങ്കിലും കണ്ടാൽ വഴക്ക് പറയുമായിരിക്കും, പക്ഷേ ഇപ്പോൾ ഇവിടെ ആരും ഇല്ല. Oh, it's funny, dude. There's a echo inside this round. Anyways, നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചിട്ടുള്ളൊരു കോറിഡോറാണിത്. ബിക്കോസ് ദിസ് ഇസ് 10A. ഇതിലായിരുന്നു റിയ പഠിച്ചത്. അത് 10B, അവിടെയാണ് ഞാൻ പഠിച്ചത്. എന്നിട്ട് നമ്മൾ അപ്പുറത്തെ ക്ലാസ്സിൽ പോയിരുന്ന് ഭക്ഷണം കഴിച്ചാൽ സം ടീച്ചേഴ്സ് ആൻഡ് സം ചിൽഡ്രൻ ജസ്റ്റ് യൂസ് ടു മേക്ക് എ വെരി അൺവാണ്ടഡ് ഇഷ്യൂ അബൌട്ട് ഇറ്റ്. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബെഞ്ചിലിരുന്നായിരുന്നു ഞാൻ റിയയും ഫുഡൊക്കെ ഷെയർ ചെയ്ത് മറ്റേ ഒരു ചോറ്റുപാത്രത്തിൽ നിന്നും നമ്മൾ ഫുഡ് കഴിക്കുന്നത്. നമ്മൾ അവിടെ ഇരുന്നായിരുന്നു. കാരണം ക്ലാസ് ചെയ്ത് കഴിച്ചാൽ എന്തോ ഭയങ്കര ഒരു പ്രശ്നമൊക്കെ സംഭവിക്കും. നമ്മളെ സ്റ്റാഫ് റൂമിൽ വിളിച്ച് നമ്മളെ ഷഫിൾ ചെയ്ത് 2 ക്ലാസ്സിലാക്കിയതേ നമ്മളെ 2 ക്ലാസ്സിലാക്കി പിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അവിടെ ഇരുന്നായിരുന്നു ഫുഡ് കഴിക്കുന്നത്, ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്നാലോ റിയ? അപ്പം ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ ഞാൻ ആദ്യമായിട്ടാണ് ആക്ച്വലി റിയൂണിയൻ വിത്ത് ടീച്ചേഴ്സ്, ലൈക്ക് എ പ്രോപ്പർ റിയൂണിയൻ അറ്റൻഡ് ചെയ്തത്. ആൻഡ് ഇറ്റ് വാസ് ആക്ച്വലി നൈസ്. കാരണം കുറേ ടീച്ചേഴ്സ്, കുറേ പേരെ കണ്ടു അല്ലേ? എനിക്ക് തോന്നുന്നു ഐ തിങ്ക് വി സോ ഓൾ ദ ടീച്ചേഴ്സ്. ഇപ്പം ആകെ ഇല്ലാതിരുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ബാച്ച് സോഫി ടീച്ചർ ഇല്ലായിരുന്നു. ശരിയാ, ഷി വാസ് എ ബയോളജി ടീച്ചർ. ഷി വാസ് നോട്ട് ദ. ഓ, ഐ റിയലി തോട്ട് ഷി വുഡ് ബി ദ. എനിവേസ്, കുറേ ടീച്ചേഴ്സിനെ കണ്ടു. ആൻഡ് ജസ്റ്റ് ടു ബി ഇൻ സ്കൂൾ, ലൈക്ക് ഇപ്പോൾ ഒരു സിസ്റ്റർ സംസാരിക്കുന്നു, ആ ഒരു സെയിം സാധനങ്ങൾ കട്ട് കോപ്പി പേസ്റ്റ് ആയിട്ട് പ്രെയർ സോങ്, ഒരു സിസ്റ്റർ സംസാരിക്കുന്നു, ഡാൻസ് നടക്കുന്നു, ഡാൻസ് കോസ്റ്റ്യൂമൊക്കെ ഇട്ട്. ഇറ്റ് വാസ് ഓൾ വെരി സിമിലർ. സോ ഇറ്റ് വാസ് റിയലി നൈസ്. കുറേ പേരെ കണ്ടു. ഇങ്ങനെ റിയൂണിയൻസിനൊക്കെ വരുമ്പോഴാണ് യു റിയലൈസ് ഹൗ ഡിഫറെൻറ്റ് each person has become, yet how some things about everybody is still the same. So yeah, that was a sweet reminder. Pinne, you know, every time I'm in school, കഴിഞ്ഞ 3 വർഷമായിട്ട് എൻ്റെ മനസ്സിൽ എപ്പോഴും there's a thought which comes and goes, and അത് ഞാൻ ഇതുവരെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. But I don't know, today as I came for the reunion and you know, സാധാരണ സ്കൂളിൽ വന്ന് സ്പെൻഡ് ചെയ്യുന്ന സമയത്തിനേക്കാൾ ഉപരി സമയവും ചിലവഴിച്ചു. സാധാരണ വരുമ്പോൾ ഉള്ളതിനേക്കാൾ ഡിഫറെൻറ്റ് അറ്റ്മോസ്ഫിയറാണ്. എന്നെ പഠിപ്പിച്ച ടീച്ചർമാർ, എൻ്റെ കൂടെയൊക്കെ പഠിച്ചിരുന്ന കുട്ടികൾ, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കണ്ടിരുന്ന മുഖങ്ങളൊക്കെ കണ്ടൊരു ദിവസമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഐ തിങ്ക് ഞാൻ 2013 സ്കൂളിൽ നിന്ന് പാസ് ഔട്ടായിട്ട് ഈ ഒരു ആംബിയൻസ് ഞാൻ ഇപ്പോൾ എക്സാക്ട്ലി 10 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഐ തിങ്ക് ഫോർ ദാറ്റ് മാറ്റർ എൻ്റെ മനസ്സിലുള്ള ഈ ഒരു കാര്യം അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ദിവസം ഇന്നാണെന്ന് എനിക്ക് തോന്നി. ഐ എം ഷുവർ 2020 യു വുഡ് ഓൾ ബി ഫാമിലിയർ. ആ ഒരു ഹോൾ സൈബർ ബുള്ളിങ് ആൻഡ് ദ ഹോൾ യുനോ ഡ്രാമ അറൗണ്ട് ഇറ്റ് സംഭവിച്ചപ്പം എവിടുന്നും ഇല്ലാതെ കുറേ പേര് പൊങ്ങി വന്നിട്ട് നമ്മൾ അഹാനയുടെയും സിസ്റ്റേഴ്സിൻ്റെയും കൂടെ സ്കൂളിൽ പഠിച്ചവരാണ്, അവർ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളെ ബുള്ളി ചെയ്തു, അവരങ്ങനെ ചെയ്തു, അവരങ്ങനത്തെ കുട്ടികളായിരുന്നു, എന്താണ് അവർ എന്നെ മറ്റേ അത് പറഞ്ഞു ഇത് പറഞ്ഞു, എന്താണ് അവർ പ്രിവിലേജ്ഡ് ആയിരുന്നു, അവർ പ്രയോറിറ്റി കിട്ടിയ കുട്ടികളായിരുന്നു. അങ്ങനെ ബേസിക്കലി എന്നെയും എൻ്റെ അനിയത്തിമാരെയും മറ്റേ എന്താ പറയുക, ഫ്രണ്ട്സ് സിനിമയ്ക്കകത്ത് മറ്റേ കറുത്ത പെയിൻറ്റ് കോരി ശ്രീനിവാസൻ്റെ തലയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് പോലത്തെ ഒരു എന്താണ് ഒരു വളരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു ഭയങ്കര ഡ്രാമ. ഇത്രയും ഡ്രാമ ഞാൻ സത്യം പറഞ്ഞാൽ സീരിയലുകളിൽ പോലും കണ്ടിട്ടില്ല കേട്ടോ. എന്താ അങ്ങനത്തെ ഒരു ഡ്രാമയായിരുന്നു സത്യം പറഞ്ഞാൽ. ആൻഡ് ഇറ്റ് വാസ് വെരി സർപ്രൈസിങ്. കാരണം ഏതോ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ ഒരാൾ വന്നിട്ട് കുറേ പേരുടെ ഓഡിയോ ക്ലിപ്പിങ്സ്, ഇവരുടെ ആരുടെയും പേരെന്ത് മുഖം എന്ത് അതൊന്നുമില്ല, ഇങ്ങനെ അജ്ഞാതമായ ഒരു സ്ക്രീനിന് പിന്നിൽ ഇരുന്നിട്ട് ഇങ്ങനെ പറയുന്നു. അതെല്ലാവരും കൂടി അങ്ങ് ഏറ്റുപിടിച്ച് അത് സത്യമാണെന്ന് എല്ലാവരും അങ്ങ് വിശ്വസിച്ച് എന്താ പറയുക, കുറേ പേരങ്ങ് കൊട്ടിഘോഷിക്കുന്നു.
ഇറ്റ് വാസ് സച്ച് എ ഡേർട്ടി എക്സ്പീരിയൻസ് ടു തിങ്ക് അബൌട്ട് ഇറ്റ് ഓണസ്റ്റ്ലി. പക്ഷേ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു പോയിന്റിലൊക്കെ തോന്നാറുണ്ടായിരുന്നു, സ്കൂളിൽ വരുമ്പോൾ അതെൻ്റെ മൈൻഡിൽ വന്നുകൊണ്ടിരിക്കും, ഇനി ഞാൻ സ്കൂളിലേക്ക് പോകണ്ടേ, അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നാറുണ്ടായിരുന്നു. ബട്ട് വിത്ത് ടൈം ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഓഫ് കോഴ്സ് അവരെല്ലാവരും പറഞ്ഞത് കള്ളം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മനുഷ്യർക്ക് കള്ളം പറയാൻ പറ്റും എന്നുള്ളൊരു കാര്യം ഞാൻ ആ സമയത്താണ് തിരിച്ചറിയുന്നത്. കാരണം ഞാൻ പിന്നീട് ഇപ്പോൾ സ്കൂളിൽ വരുമ്പോഴോ അല്ലെങ്കിൽ എൻ്റെ ബാച്ച്മേറ്റ്സ്, എൻ്റെ കൂട്ടുകാരല്ല, എൻ്റെ ബാച്ച്മേറ്റ്സ് ആയിട്ട് സംസാരിക്കുമ്പോഴോ, ഇൻഫാക്റ്റ് ആ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് ആരൊക്കെയോ വഴി കൂടി പോകുന്ന ആരൊക്കെയോ വന്നിട്ട് അഹാന അങ്ങനെ പറഞ്ഞു, അഹാന ഇങ്ങനെ ചെയ്തു, അഹാന സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നോട് അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ സ്കൂളിൽ ശരിക്കും പഠിച്ച കുട്ടികൾ, എൻ്റെ കൂട്ടുകാരല്ല, എൻ്റെ ബാച്ചിലുണ്ടായിരുന്ന കുട്ടികളെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അതായത് എടോ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ വി ആർ ഫീലിംഗ് സോ ബാഡ് ബിക്കോസ് ദിസ് ഈസ് നോട്ട് യു, ഇത് താനല്ല, നമ്മൾ ക്ലാസ്സിൽ നമ്മൾ കൂടെ പഠിച്ച കുട്ടി ഇതല്ല, ഇതെന്താണ് ഈ ആൾക്കാരൊക്കെ പറയുന്നത്, ആരാണ് ഈ ആൾക്കാർ എന്ന് പറയുന്നത്. എൻ്റെ കൂടെ പഠിച്ച, എൻ്റെ ബാച്ചിലും എൻ്റെ സ്കൂളിലും പഠിച്ച എത്രയോ കുട്ടികൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കൂട്ടുകാരല്ല, എൻ്റെ അടുത്ത കൂട്ടുകാരല്ല, അവർക്കത് എനിക്ക് അയക്കേണ്ട ആവശ്യമില്ല. അന്നൊക്കെ അതൊക്കെ വേണമെങ്കിൽ എനിക്കൊരു സ്ക്രീൻഷോട്ട് എടുത്ത് മറ്റേ ഇവരാണ് എൻ്റെ കൂടെ പഠിച്ചവർ, പിന്നെ ഈ സംസാരിക്കുന്നവരാരാന്ന് എനിക്ക് ചോദിക്കാമായിരുന്നു. പക്ഷേ ഒരു വിഷയം നടക്കുമ്പോൾ ഒരു തരി സത്യം പോലും ഇല്ലാത്തപ്പോൾ നമുക്ക് പോലും തോന്നത്തില്ല ഞാൻ എന്തിനു വന്ന് ജസ്റ്റിഫൈ ചെയ്യാനാണ്, ഞാൻ ആർക്ക് വേണ്ടി ജസ്റ്റിഫൈ ചെയ്യാനാണ് എന്നൊക്കെ തോന്നില്ല. പക്ഷേ ആ ഒരു സമയത്ത് സംഭവിച്ച കാര്യങ്ങൾ ശരിക്കും, അതായത് 2020 എന്ന് പറയുമ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് പാസ് ഔട്ടായിട്ട് 7 വർഷം കഴിഞ്ഞു. ഞാൻ സ്കൂളിൽ നിന്ന് പാസ് ഔട്ടായി 2013. 2014 നമുക്കൊരു റീയൂണിയൻ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ പഠിച്ച കുട്ടികൾ ഒട്ടുമിക്ക ആൾക്കാർ, 1-2 പേരൊഴിച്ച് എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരും ജോളി ആയിട്ടിരുന്നു, എല്ലാവരും എൻ്റെ തോളിലായിട്ട് നമ്മൾ സംസാരിക്കുന്നു, ചിരിച്ച് കളിച്ച് ജോളി ആയിട്ട് പോകുന്നു. അന്നൊന്നും അപ്പോൾ ആർക്കും എൻ്റെ അടുത്തൊരു പ്രശ്നമില്ലായിരുന്നു. അന്നില്ലാത്ത പ്രശ്നങ്ങൾ 2020 ഒരു 7 വർഷം കഴിഞ്ഞപ്പോൾ എവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങൾ വന്നത് എനിക്കറിയത്തില്ല. ആ ദിവസം കഴിഞ്ഞ് ഇന്ന് വരെ ഞാൻ ഇതിൽ പലരെയും കണ്ടിട്ട് പോലുമില്ല, നമ്മൾ ആരും എവിടെയും വെച്ച് കാണേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടില്ല. ഈ പ്രശ്നങ്ങളൊക്കെ എവിടെ നിന്നാണ് നിങ്ങൾക്ക് വന്നത്? ഇത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണോ? എനിക്കറിയത്തില്ല. അന്ന് എനിക്ക് ഇത് സോ ഷോക്കിങ്. അത് ഈ ഓരോരുത്തർ പറയുന്ന കാര്യം കണ്ടിട്ടല്ല, പക്ഷേ ഇത്രയും തിന്മ മനുഷ്യരിലുണ്ടോ? അതായത് ഇത്രയ്ക്ക് ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി പറയാൻ പറ്റൂ? ഇത്ര മോശപ്പെട്ട മനുഷ്യരുടെ ഇടയിലാണോ നമ്മൾ ജീവിക്കുന്നത് എന്ന ചിന്ത വാസ് ഓണസ്റ്റ്ലി വെരി ഷോക്കിംഗ്. ഈ പറഞ്ഞ കുറേ ആൾക്കാർ ഓഫ് കോഴ്സ് അജ്ഞാതമായിരുന്നു, ആരാണ് എന്താണെന്ന് നമുക്കറിയത്തില്ല. നമ്മുടെ സ്കൂളിൽ പഠിച്ചതാണോ, നമ്മുടെ സ്കൂൾ കണ്ടിട്ടുണ്ടോ, എൻ്റെ സ്കൂൾ ഏതാണെന്ന് അറിയാവോ എന്ന് പോലും എനിക്കറിയത്തില്ല. കാരണം അത്ര റാൻഡമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ കുറച്ച് കുട്ടികളൊക്കെ, കാരണം ഇപ്പോൾ ഞാനിപ്പോൾ ആ ഒരു പ്രശ്നമൊക്കെ നടന്ന സമയത്ത് യൂട്യൂബിലൊക്കെ 1-2 സ്ഥലങ്ങളിലൊക്കെ, അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്മേറ്റ്സ് സ്കൂൾമേറ്റ്സ് ഒക്കെ അയച്ചു തരുമായിരുന്നു, കേട്ടോ ഈ കൊച്ചിട്ടേക്കുന്ന കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഭയങ്കര തമാശയായിരുന്നു. കാരണം ഞാനും ഒക്കെ ആയിട്ട് ഒരു പ്രശ്നവും ഇല്ലാത്ത കുട്ടികൾ, അതിലൊരു കുട്ടി, ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, ആ ഒരു കുട്ടി ഇങ്ങനെ ഒരു ആവശ്യമില്ല, വളരെ നമുക്ക് എന്ന് തോന്നുന്ന തരത്തിലുള്ളൊരു കമൻറ്റ് യൂട്യൂബിൽ ഏതോ ഒരു വീഡിയോയുടെ അടിയിൽ ഇട്ടിട്ട് എൻ്റെ ഒരു കൂട്ടുകാരി എനിക്കെടുത്ത് അയച്ചു തന്നായിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരിയല്ല, എൻ്റെ ബാച്ചിലുള്ളൊരു കുട്ടി എന്ന് വെച്ചാൽ അത്ര അടുപ്പമുള്ളതല്ലാതെ ഹായ് ബായ് പോലത്തെ ഒരു കുട്ടി എനിക്ക് അയച്ചു തന്നു, ഇത് ദിസ് ഇസ് സോ ഷോക്കിംഗ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഈ അടുത്ത കാലത്ത് അന്നേ ഞാൻ മനസ്സിൽ വിചാരിച്ചായിരുന്നു അയാളെ എവിടെയെങ്കിലും വെച്ച് കാണുവാണെങ്കിൽ ഞാൻ ചോദിക്കാം, അതായത് സ്കൂളിൽ വെച്ച് നമ്മൾ തമ്മിലൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, പിന്നെ ഇതിപ്പോൾ നമ്മൾ ഇച്ചിരി എന്നെ 4 പേർക്ക് അറിയാം എന്ന നിലയിലേക്ക് എത്തിയപ്പോൾ ഈ പ്രശ്നം എവിടെ നിന്നാണ് വന്നത്. അപ്പം പിന്നെ ഓഫ് കോഴ്സ് ഞാൻ ആ കുട്ടീനെ എവിടെയും വെച്ച് കണ്ടിട്ടുമില്ല. ഒരു 4-5 ദിവസം മുമ്പ് നമ്മുടെ ഈ റീയൂണിയൻ്റെ ഗ്രൂപ്പിൽ എന്തോ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ കുട്ടിക്ക് എൻ്റെ നമ്പർ ആ സമയത്ത് ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഏതോ മെസ്സേജ് കണ്ടപ്പോൾ ആ കുട്ടി എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചു. അതവൾ അറിയാതെ അയച്ചതാണ്, എൻ്റെ നമ്പറാണെന്ന് അറിയാതെ അയച്ചതാണ് നാച്ചുറലി. അപ്പം ഞാനൊന്ന് ഞെട്ടിപ്പോയി. അപ്പം എൻ്റെ കയ്യിൽ ഇവളുടെ ചാറ്റ് ഹിസ്റ്ററി ഉണ്ട്. അപ്പം ഞാൻ പോയി നോക്കുമ്പോൾ 2019 ഇവൾ ഭയങ്കര നന്നായിട്ട് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്, സിനിമയുടെ വിശേഷം അത് ഇതൊക്കെ ചോദിച്ച് ഹാർട്ടും അതും ഇതൊക്കെ ഇട്ട് ഓക്കെ ഇടോ എന്തുണ്ട് വിശേഷം, ഞാനും വിശേഷമൊക്കെ ചോദിക്കുന്നത് 2019. 2020 ആയപ്പോൾ പെട്ടെന്ന് എങ്ങനെയാണ് ഞാൻ അവളുടെ സ്കൂൾ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട വ്യക്തിയായത്? എനിക്കറിയത്തില്ല. സോ ഐ മീൻ ഇറ്റ് വാസ് വെരി ഡിസ്ഗസ്റ്റിംഗ് ടു നോ ദറ്റ് ഇപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്തവരും പിന്നെ നമ്മുടെ കൂടെ പഠിച്ചതിലും ഒക്കെ ആരൊക്കെയോ എന്താണ് ഇപ്പോൾ അവർ ലാസ്റ്റ് എന്നെ പരിചയം ഉണ്ടായിരുന്ന സമയവും ഇന്നും തമ്മിൽ എനിക്ക് ഒരു വ്യത്യാസവും ഇല്ല. എനിക്ക് ഒരേ ഒരു വ്യത്യാസം ഉള്ളതെന്ന് പറഞ്ഞാൽ ഇന്ന് എന്നെ കുറച്ചുകൂടി ആളുകൾ അറിയുന്നു, അതിലുപരി അല്ലെങ്കിൽ ഐ ഹാവ് എ സക്സസ്ഫുൾ കരിയർ, ടച്ച് വുഡ്. അതല്ലാതെ ഒരു വ്യത്യാസവും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പം ഇതാണോ അവരുടെ പ്രശ്നം എന്ന് എനിക്കറിയത്തില്ല. ഐ മീൻ ഇറ്റ്സ് വെരി അൺഫോർച്ചുനേറ്റ്. സോ യാ, that was just that one thing that, ഇപ്പോഴും ഞാൻ പലയിടത്തും കാണാറുണ്ട് സ്കൂളിൽ പ്രിവിലേജ്ഡ് കിഡായിരുന്നു. എന്താണ് പ്രിവിലേജ്? ലൈക്ക് വാട്ട് ഈസ് ദിസ് പ്രിവിലേജ് ദറ്റ് എൻ്റെ അച്ഛൻ സീരിയലിലും സിനിമയിലും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, അതായിരുന്നു പുള്ളി ചെയ്യുന്ന ജോലി.
ദാറ്റ് വാസ് മൈ ഫാദേഴ്സ് ഓക്യുപ്പേഷൻ. അത് കാരണം എനിക്ക് എന്ത് പ്രിവിലേജ് കിട്ടിയെന്നാണ് നിങ്ങൾ പലരും പറയുന്നത്. എന്നെ ഹെലികോപ്റ്ററിലാണോ സ്കൂളിൽ കൊണ്ട് വിട്ടുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഉച്ചയാവുമ്പോൾ എൻ്റെ അമ്മ ഇവിടെ ഒരു ഷെഫിനെ സ്കൂളിൽ കൊണ്ടുവന്ന് ഇവിടെ വെച്ചായിരുന്നു എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ടീച്ചറിൻ്റെ മടിയിലിരുത്തിയാണോ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എനിക്കറിയത്തില്ല ഇത് എന്ത് പ്രിവിലേജാണ്, ഇത് എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഇപ്പോൾ എനിക്ക് മോശപ്പെട്ട മാർക്ക് കിട്ടിയാലും ഞാനായിരുന്നു എൻ്റെ ക്ലാസ്സിലെ ഫസ്റ്റ് റാങ്കർ. എൻ്റെ അറിവിൽ ഇതൊക്കെയാണ് പ്രിവിലേജ്. ഞാനൊരു സാധാരണ വാനിലാണ് സ്കൂളിൽ വന്നുകൊണ്ടിരുന്നത്. അരുൺ ട്രാവൽസ് എന്ന് പറയുന്ന വാനിൽ സീറ്റ് ഉണ്ടെങ്കിൽ ഇരുന്ന് അല്ലെങ്കിൽ നിന്നാണ് ഞാനും എൻ്റെ അനിയത്തിമാരും സ്കൂളിൽ വന്നുകൊണ്ടിരുന്നത്. ഞാൻ എൻ്റെ ക്ലാസ്സിലൊക്കെ ആദ്യത്തെ ഒരു 20 റാങ്കിനുള്ളിൽ വരുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഐ വാസ് ആവറേജ് അബവ് ആവറേജ് പോലത്തെ ഒരു സ്റ്റുഡൻറ്റ്. പിന്നെ എൻ്റെയൊക്കെ സ്കൂളിൽ എൻ്റെയൊക്കെ ക്ലാസ്സിൽ എത്രയോ കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള വഴക്കിനേക്കാളാണ് എനിക്കും റിയയ്ക്കും ഒക്കെ വഴക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം നമ്മളൊരു 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ട്യൂഷൻ ക്ലാസ്സിലൊക്കെ പോയ സമയം തൊട്ട് നമ്മൾ ബോയ്സിനോടൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. കാരണം അതൊരു തെറ്റാണെന്ന് നമ്മൾ വിചാരിച്ചിരുന്നില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഫോർ വാട്ട്സ് എവർ റീസൺസ് പല സ്കൂൾ എന്താ പറയുക സിറ്റുവേഷൻസിലും ഗേൾസും ബോയ്സും സംസാരിക്കുന്നത് ഒരു വളരെ വലിയ തെറ്റായിട്ടാണ് കാണുന്നത്. നമ്മളത് തെറ്റായിട്ടായിരുന്നില്ല കണ്ടിരുന്നത്. നമ്മൾ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ പയ്യന്മാരുടെ അടുത്തൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ സ്കൂളിലൊക്കെ അറിഞ്ഞിട്ട് ചില ടീച്ചിങ് സ്റ്റാഫൊക്കെ നമ്മളെ എന്താ പറയുക വളരെ മോറൽ പോലീസിങ് രീതിയിലാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത്, നമ്മളെ നോക്കിക്കൊണ്ടിരുന്നതും ഒക്കെ തന്നെ അപ്പത്തൊട്ട്. അതൊക്കെ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പല കുട്ടികളും അങ്ങനത്തെ എന്താ പറയുക അത് നമുക്ക് എന്തോ പോലെ തോന്നാറുണ്ടായിരുന്നു. കാരണം നമ്മളെന്താ ചെയ്തത്, കുറച്ച് പയ്യന്മാരോട് സംസാരിച്ചു, അതിനിപ്പോൾ എന്താ ഈ സംസാരിക്കരുതെന്ന് പറയുന്ന ആൾക്കാർ തന്നെയാണ് ഒരു പ്രായമാകുമ്പോൾ ഏതോ ഒരു പയ്യനെ കാണിച്ചിട്ട് കല്യാണം കഴിച്ചിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ കൊച്ചെന്താവാത്ത എന്ന് ചോദിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനത്തെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ടീച്ചേഴ്സ് നന്നായിട്ട് നമ്മൾ വഴക്ക് പറയാറുണ്ടായിരുന്നു. എൻ്റെ ക്ലാസ്സിലൊക്കെ എത്രയോ കുട്ടികൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത പലതും ഞാൻ റിയൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിലൊക്കെ എന്താണ് പ്രിവിലേജ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഇപ്പോൾ ഞാൻ ഡാൻസിലൊക്കെ ഉണ്ടായിരുന്നതാണോ ഈ പറയുന്ന പ്രിവിലേജ്? ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എടുത്ത ആനുവൽ ഡേയിൽ ഞാൻ ഒരു പരിപാടിയിലും ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ എൻ്റെ അനിയത്തിമാരുടെ പരിപാടി കാണാനാണ്. അന്ന് എനിക്ക് എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. അയ്യോ എൻ്റെ കൊച്ച് ഒരു പഴങ്കഞ്ഞി ആയതുകൊണ്ടാണോ ഒരു പരിപാടിയിലും ഇല്ല. ഞാനൊക്കെ വളർന്ന് വന്ന് എന്താ പറയുക ഐ വാസ് എ ചൈൽഡ് വിത്ത് 1500 ഇൻസെക്യൂരിറ്റീസ്. I grew up slowly to become a confident person. I was not born confident. എനിക്ക് എൻ്റേതായിട്ടുള്ള ഒത്തിരി ഇൻസെക്യൂരിറ്റീസ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എല്ലാം ഉണ്ടായിരുന്നു. അത് എല്ലാ കുട്ടികളിലും അല്ലെങ്കിൽ മിക്ക കുട്ടികളിലും ഉണ്ടാകുന്നതാണ്. അത് പതുക്കെ നമ്മൾ വളർന്ന് വലുതായി നമ്മളെക്കുറിച്ച് കൂടുതൽ സെൽഫ് അവെയർ ആയി നമ്മുടെ പ്ലസ് എന്ത്, മൈനസ് എന്ത്, സ്ട്രെങ്ത് എന്ത്, വീക്ക്നെസ് എന്ത്, ഇതൊക്കെ മനസ്സിലായി വരുമ്പോഴാണ് ഒരു വ്യക്തി കോൺഫിഡൻ്റ് ആകുന്നത്. ഞാനൊരു 10ാം ക്ലാസ് 11ാം ക്ലാസ് 12ാം ക്ലാസ് ഒക്കെ ആയപ്പോഴാണ് ഒന്ന് കോൺഫിഡൻ്റ് ആയത്. പരിപാടികളിലൊക്കെ വന്നു തുടങ്ങി, നമ്മൾ ഡാൻസിലൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് പ്രിവിലേജ് ആവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, ഐ വാസ് ഇൻക്ലൈൻഡ് ടുവേർഡ്സ് കൾച്ചറൽ ആക്ടിവിറ്റീസ്, മീ ആൻഡ് മൈ സിബ്ലിങ്സ്. അതുകൊണ്ട് നമ്മൾ ഈ കൾച്ചറൽ ആക്ടിവിറ്റീസിലൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 12ാം ക്ലാസ്സിൽ എന്തോ വെച്ച് കുറച്ച് പൊക്കം കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ടൊരു ഡാൻസ് നടുക്ക് നിൽക്കുന്നത്. അതുവരെ ഞാൻ ഒരു ഡാൻസിൽ നടുക്ക് നിന്നിട്ടില്ല. എനിക്ക് എൻ്റെ പൊക്കം, എനിക്ക് ഒട്ടും പൊക്കമില്ലായിരുന്നു. ഞാൻ എപ്പോഴും ഇങ്ങനെ ഫ്രണ്ടിൽ സൈഡിലായിരുന്നു ഞാൻ കൊച്ചിലെ തൊട്ട് നിൽക്കുന്നത്. അപ്പോൾ എനിക്കിപ്പോഴും ഇരുന്ന് ചിന്തിക്കുമ്പോൾ എന്താണ് ഈ സോ കോൾഡ് എന്നെയും എൻ്റെ അനിയത്തിമാർക്കും കിട്ടിയ പ്രിവിലേജ്. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാമല്ലോ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും ഒരു ഫസ്റ്റ് റാങ്കോ സെക്കൻഡ് റാങ്കോ അല്ലെങ്കിൽ സ്റ്റേജ് വിളിച്ചിട്ട് മറ്റേ മെഡലോ ട്രോഫിയോ മറ്റേ ബെസ്റ്റ് മോസ്റ്റ് ഇൻ്റലിജൻറ്റ് സ്റ്റുഡൻറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ സ്കൂളിൽ എത്രയോ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ച് ഞാൻ മാറിയിരുന്ന് പറയാണ് അവർ പ്രിവിലേജ്ഡ് ആണ്, അതുകൊണ്ടാണ് അവർക്ക് കിട്ടിയതെന്ന് പറഞ്ഞിട്ട് ഡസ് ഇറ്റ് മേക്ക് സെൻസ്? നോ. സ്കൂൾ ഓണേഴ്സ് കിഡ്സ് അക്കാഡമിക്കലി ആൻഡ് കൾച്ചറലി. അപ്പം കൾച്ചറലി എന്തെങ്കിലും കിട്ടുന്നത് പ്രിവിലേജ്ഡ്, മറ്റത് അവരുടെ ബുദ്ധി. അപ്പോൾ ഇത് നമ്മുടെ കഴിവല്ലേ? സോ ഐ മീൻ it's just very weird. So we've all personally felt very disgusted by this whole സൈബർ ബുള്ളിങ് നടന്നപ്പോൾ അതൊന്നും ആയിരുന്നില്ല. പക്ഷേ ഈ നമ്മുടെ സ്കൂളിൽ പഠിച്ചു, നമ്മൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. ഒരു കുട്ടി ഉണ്ടായിരുന്നു, എല്ലാവർക്കും മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, അഹാന എന്നെ അങ്ങനെ ചെയ്തു, അഹാന എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ എന്തോ കൗൺസിലിങ്ങിന് പോയി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ലാസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് തന്നെ നമ്മളാരും വിളിച്ചിട്ടല്ല, ഈ പ്രശ്നം നടക്കുന്നത് കണ്ടിട്ട് ഏതോ ഒരു NGO who deals with cyberbullying പൊങ്ങി വന്നു. Because they wanted to speak out between us and these so called വിഷമം പറയുന്ന ആൾക്കാർ. അപ്പോൾ ആർക്കും പരാതിയില്ല. ഞാൻ അവരോട് പറഞ്ഞു ഷുവർ ഓക്കെ, ഈ വിഷമം പറഞ്ഞവരെ വിളിക്കും, നമുക്ക് സംസാരിക്കാം, നിങ്ങൾ അവരുടെ പ്രശ്നം ചോദിക്കും, നമ്മുടെ പ്രശ്നം ചോദിക്കും. ഇപ്പോൾ ശരിക്കും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കത് ചോദിച്ച് മനസ്സിലാക്കാം. ഒരാൾക്കും ഒരു പരാതിയുമില്ല. കാരണം now things were getting real. ഒരു സ്ക്രീനിൻ്റെ പുറകിലിരുന്ന് അഹാന അങ്ങനെ ചെയ്തു, അതിയെ അങ്ങനെ ചെയ്തു, ഈശാനിയും അങ്ങനെ ചെയ്തു, ഹൻസിക ഇങ്ങനെ ചെയ്തു എന്ന് പറയാനാ എന്താ രസം. ബിക്കോസ് ദ ഹോൾ ഫ്രീഡം വിച്ച് ദിസ് ഇൻകോഗ്നിറ്റോ മോഡ് ഗിവ്സ് സം പീപ്പിൾ ഇസ് ജസ്റ്റ് സോ മച്ച്. ആ ഒരു NGO വന്നിട്ട് NGO നമ്മളോട് അവരുടെ പേര് പോലും പറയത്തില്ല. ഈ NGO പേഴ്സണലി സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇല്ലില്ല, പ്രശ്നമൊന്നുമില്ല. അതിൽ ഒരു കുട്ടി എൻ്റെ പരിചയത്തിലുള്ള എല്ലാവർക്കും മെസ്സേജ് അയച്ചു, അഹാന അങ്ങനെ ചെയ്തു, ഞാൻ കൗൺസിലിങ്ങിന് പോയി. അങ്ങനെ ആരോ വഴി നമ്മൾ ഈ കുട്ടിയുടെ പേര് കണ്ടുപിടിച്ചു.
ഐ സ്വെയർ അപ്പോൺ മൈ യങ്ങസ്റ്റ് സിസ്റ്റർ ഹൻസിക, ഈ കുട്ടിയുടെ പേര് ഞാൻ എൻ്റെ ലൈഫിൽ കേട്ടിട്ടില്ല. എൻ്റെ സ്കൂളിലാണ് പഠിച്ചതെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ റിയ അടുത്തൊക്കെ പോയി ചോദിച്ചു, റിയ ഇങ്ങനൊരു കുട്ടി ഞാൻ എന്തോ ചെയ്തു, ആരായിക്കോട്ടെ. അപ്പോൾ റിയ സെഡ് ഡൂഡ് യാ ഷി വാസ് ഇൻ മൈ ക്ലാസ്. ഞാൻ 10B-ലായിരുന്നു. നമ്മൾ 10A പഠിച്ച ഏതൊരു കൊച്ചു. ഭയങ്കര പതുങ്ങിയിരിക്കുന്ന കുട്ടികളില്ലേ. ഇപ്പോൾ നമുക്ക് നമ്മുടെ ബാച്ചിലെ എല്ലാവരും ഇപ്പോൾ ആ കുട്ടിയുടെ പേര് 10 വർഷം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മെമ്മറിയിലില്ല. മേ ബി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് കേട്ടിട്ടുണ്ടാവും ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്. അതിലുപരി ഞാൻ ആ കുട്ടിയോട് എൻ്റെ ജീവിതത്തിൽ സംസാരിച്ചിട്ടില്ല. ഞാൻ ആ കുട്ടിയായിട്ട് ഒരു പാവം, ഞാൻ ആ കുട്ടി വേറെ ഏതോ ഒരു ഗ്യാങ്ങിലായിരുന്നു. ഒരു ബാച്ചിലും ഉള്ള മറ്റേ 150 കുട്ടികളുമായിട്ട് നമ്മൾ കൂട്ടായിരിക്കുമല്ലോ. ഇങ്ങനെ ഞാനുമായിട്ടൊരു കണക്ഷൻ പോലും ഇല്ലാത്ത കുട്ടി ഇങ്ങനെ പാരഗ്രാഫ് അയച്ചുകൊണ്ടിരിക്കുക, ഞാൻ അത് ചെയ്തു. അറ്റ് ദാറ്റ് പോയിന്റ് ഓണസ്റ്റ്ലി എനിക്ക് ആ കുട്ടിയുടെ ദേഷ്യം തോന്നുന്നതിനെക്കാട്ടിലും ഐ ജെന്യുവൻലി ഫെൽറ്റ് പിറ്റി ഫോർ ഹർ. ബിക്കോസ് ഇത്ര മറ്റേ ദൃശ്യം സിനിമ പോലെ ഇങ്ങനെ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറയണമെങ്കിൽ ദാറ്റ് ചൈൽഡ് നീഡ്സ് ഹെൽപ്പ്. ഐ മീൻ ഇറ്റ്സ് സാഡ്, ഇറ്റ്സ് അൺഫോർച്ചുനേറ്റ് ഇങ്ങനെ കാര്യങ്ങൾ ഇല്ലാത്തത് ഉണ്ടാക്കി പറയണമെങ്കിൽ. സോ that was that situation wherein a lot of people just got very enthusiastic about painting me and my sisters and all in the worst light. We were disgusted by it because of course അതായത് ഇങ്ങനെ എന്തിനാണ് ഇത്രയ്ക്ക് എന്താണ് ആൾക്കാർക്ക് കള്ളം പറയാൻ. പക്ഷേ of course നമ്മൾ ഒരു പരിധിക്കപ്പുറത്ത് അത് കാര്യമായിട്ട് എടുത്തില്ല. കാരണം സത്യമില്ലാത്ത വെറും പച്ചക്കള്ളം കുറേ ആൾക്കാർ എന്തോ കാരണത്താൽ കിടന്ന് പറയുന്നു. അതിനെക്കുറിച്ച് നമ്മൾ അധികം ബോധർ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. കാരണം ഇന്നും ഞാൻ സ്കൂളിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് നാൾ മുമ്പ് സ്കൂളിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു, അയ്യോ അന്ന് വന്ന് മോങ്ങിയവർ ഇതിൻ്റെ താഴെ വന്ന് അവർ കള്ളത്തിൻ്റെ ബാക്കി എഴുതുമെന്ന്. ഇല്ല, അവരെ ആരും കാണാനില്ല. ബിക്കോസ് ഈ ഇല്ലാത്ത കള്ളങ്ങൾ വെച്ച് ഒരു പരിപാടി അവതരിപ്പിക്കുന്നവരുടെ സ്പാൻ വളരെ ഷോർട്ട് ലിവ്ഡാണ്. അവർ വേറെ എവിടെയോ പരിപാടി അവതരിപ്പിക്കാൻ പോയി. കാരണം ഞാൻ സ്കൂളിൽ വരുമ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ കൂട്ടുകാരല്ല, എൻ്റെ ബാച്ചും എല്ലാവരും വന്ന് ഭയങ്കര ജോളിയായിട്ട് സംസാരിക്കുന്നു, സെൽഫി എടുക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നു. ഇവരൊക്കെയാണ് എൻ്റെ കൂടെ പഠിച്ച ആൾക്കാർ. ഇവർക്കാർക്കും ഇല്ലാത്ത പ്രശ്നം ഇത് ആർക്കാണുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ ഐ മീൻ ഇഫ് എനി ഓഫ് യു ഇപ്പം ഞാനിതാർക്കും ജസ്റ്റിഫൈ ചെയ്ത് തരുന്നല്ല കേട്ടോ. അത് ഇത് അയ്യോ ഞാൻ ഭയങ്കര നല്ലതാണ് ജസ്റ്റിഫൈ ചെയ്തത്. നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചാലും എനിക്ക് ഇറ്റ് റിയലി ഡസൻറ്റ് മാറ്റർ ടു മീ. ബിക്കോസ് my job is not really to make anybody like me. My job is just to do what I like doing. But when I was back in that place, ഇവിടെ വെച്ചാണല്ലോ നമ്മുടെ ഈ വില്ലത്തരത്തിൻ്റെ വലിയ കഥകളൊക്കെ വന്നത്. I really thought that I had to address it because ഈ സ്കൂളിലെ എല്ലാ കുട്ടികളും പോലെയും me and my sisters, we were just 4 very regular normal children in the school. And അതിന് മറ്റുള്ളവർക്ക് നമ്മളോട് എന്തെങ്കിലും വികാരം അല്ലെങ്കിൽ അതൊക്കെ പിന്നെ എന്തെങ്കിലും തോന്നിയാൽ അത് നമ്മൾ അവസാനമായിട്ട് കാണുമ്പോൾ പ്രശ്നമൊന്നുമില്ല. ഒരു 10 വർഷം കഴിഞ്ഞ് അവരിച്ചിരി ഫേമസ് ആയി കഴിയുമ്പോൾ അത് പെട്ടെന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് നോ വാട്ട് ടു കോൾ ഇറ്റ്. യു ടെൽ മീ വാട്ട് ഐ ഷുഡ് കോൾ ഇറ്റ്. സോ ദാറ്റ്സ് ദാറ്റ്. മേ ബി ഇറ്റ് വാസ് എ ലോങ് monologue, but I just had to. ഇവിടെ വന്നപ്പോൾ തൊട്ട് എനിക്കിങ്ങനെ it was just in my mind, I just had to say it. എത്ര നാളെന്നും പറഞ്ഞാണ് നമ്മൾ നമ്മുടെ മൈൻഡിലുള്ളൊരു കാര്യം പറയാതിരിക്കുന്നത്. 3 years, exactly 3 years, exactly. Dude, it's exactly 3 years. If it's August 2023, this whole nonsense happened exactly 3 years ago. അന്ന് എനിക്ക് 2 മാസം അതെനിക്ക് ബോദർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എനിക്കത് ബോദറേ ആയിട്ടില്ല because it was rubbish. But 3 years later, here I am talking about one of the greatest scams I've seen in front of my eyes. Some fake voice notes and testimonials from people who never studied with me or who actually had never had any issue with me. But one day when me and my sisters looked a little bit relevant, we just they just wanted to make us look like bad people for God knows what. But anyways, that was that. So we are at the end of this video. And like, share, subscribe പറയാൻ ഞാൻ എൻ്റെ അടുത്ത കൂട്ടുകാരിയായ റിയയെ സ്വാഗതം ചെയ്യുന്നു. So if you like this video, go meet your teachers, go to your old school, relive old memories. പണ്ട് പോയ മലയാളത്തിൽ പറയും അത് പറഞ്ഞല്ലോ. അങ്ങനെ സ്കൂളിലൊക്കെ പോയി ടീച്ചേഴ്സിനൊക്കെ കണ്ട് പഴയ കൂട്ടുകാരെയൊക്കെ കണ്ട് അടിച്ചു പൊളിക്കും. റീയൂണിയന് പോകണം. പിന്നെ റീയൂണിയന് പോകുമ്പോൾ അവർ മറ്റേ നിങ്ങളുടെ ബാച്ച് ഫോട്ടോസ് അയച്ചു തരൂ എന്ന് പറയുവാണെങ്കിൽ എന്തായാലും അയക്കണം. നമ്മുടെ റീയൂണിയൻ അവർ ഗ്രൂപ്പിൽ ബാച്ച് ഫോട്ടോ ചോദിച്ചായിരുന്നു. പക്ഷേ നമ്മൾ എന്തോ ഗ്രൂപ്പ് നേരെ തുറന്ന് നോക്കാത്തത് കൊണ്ട് നമ്മൾ ബാച്ച് ഫോട്ടോ അയച്ചില്ല. അങ്ങനെ ഇന്ന് അവസാനം മറ്റേ ബാച്ച് ഫോട്ടോൻ്റെ എല്ലാവരുടെയും വീഡിയോ പ്ലേ ചെയ്തപ്പോൾ 2013-14 ബാച്ച് എത്തിയപ്പോൾ സ്കിപ്പ് അടിച്ചതുപോലെ അതങ്ങ് പോയി. സോ റീയൂണിയനൊക്കെ പോവുകയാണെങ്കിൽ അവർ ഫോട്ടോസ് ചോദിക്കുകയാണെങ്കിൽ കൃത്യമായി തീർക്കാൻ നമ്മുടെ കുറച്ച് ഫോട്ടോസ് അവസാനം. അതെ, ഇവിടെ വരേണ്ടതായിരുന്ന കുറച്ച് ഫോട്ടോസ് ഞാൻ ഇവിടെ ഇട്ട് കാണിക്കാം. അത് സ്പാനിഷ് അല്ലേ? സ്പാനിഷ്.
ബൈ.